ഗെയ്സ്, അപ്പം ഞാൻ എന്താ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ സാമ്പ്രാണിക്കുടി പോകുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് വായോ. നമ്മൾ സാമ്പ്രാണിക്കുടി പോകുന്ന വഴിക്കുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ കിടക്കുന്ന ഈ രണ്ട് സാധനം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് കൊളക്കോഴിന്നാണോ അതോ അരയണാണോ എന്താണെന്ന് അറിയുന്നില്ല. അറിയാവുന്നവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സത്യം പറഞ്ഞാൽ 3 മണിക്കൂർ നമ്മൾ ബോട്ടിൽ ഇരുന്നു കേട്ടോ. ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് 3 മണിക്കൂറൊക്കെ ഇത്രയും ലോങ് പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സെക്കൻഡായിട്ടാണ് ഞാൻ പോകുന്നത്. 3 മണിക്കൂറത്തെ രാത്രിയാണെങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ നമ്മുടെ സ്ഥലം അങ്ങ് എത്തി കേട്ടോ, നമ്മുടെ സാമ്പ്രാണിക്കുടി. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴല്ലേ നമ്മളെ കഥ. എന്താ ക്യൂ. നമ്മൾ പോയത് സൺഡേയും കൂടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചുവെങ്കിൽ നമുക്ക് വേറൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു, നമ്മളെ ചായ അങ്ങ് കുടിക്കാമെന്ന്. ഓർക്കാപ്പുറത്ത് ഞാൻ ഐസ്ക്രീം പെട്ടി കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചായയും ഓർഡർ ചെയ്തു. അപ്പോൾ അതാ ഉമ്മി ഇത്തേൻ്റെ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. ഞാനെവിടെയായി. പിന്നെ ഞാൻ കരഞ്ഞപ്പോൾ എനിക്ക് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് അവരിരുന്ന് ഐസ്ക്രീം തിന്നുന്നു, ഞാനിരുന്ന് ചായയും കുടിക്കുകയാണെങ്കിൽ. അങ്ങനെ എങ്ങനെയൊക്കെ ആ തെള്ളിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടുന്ന് ഒരു ബോട്ടിലാണ് നമ്മൾ സാമ്പ്രാണിക്കുടി ചെന്നിറങ്ങുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ബോട്ടാണ്. കാര്യം നല്ല താന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കടലൊക്കെ നല്ലോണം കാണാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റാട്ടോ കിട്ടിയത്. ഒരുമാതിരി ഡ്രൈവ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ ആക്ട് ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നത്, എൻ്റെ ഒരു ഷോ മാത്രമാണ് കേസ് ഇത്. കൂടെ ഞങ്ങളെ റിലേറ്റീവ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ട് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ഓടിപ്പോയി ബോട്ട് യാത്ര എക്സ്പീരിയൻസ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്ഥലം എത്തി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും പുറമേ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിന് ആഴാന്നൊക്കെ, പക്ഷെ ഒട്ടും ആഴില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാലൊക്കെ ഇങ്ങനെ വെച്ച് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷെ ചെരുപ്പിട്ട് നടക്കുക എല്ലാവരും. ഞാൻ ആദ്യം എൻ്റെ ഒരു ഇത് വെച്ച് പൊട്ടത്തരം വെച്ച് ഞാൻ ചെരുപ്പില്ലാതെ നടന്നു. അതുകൊണ്ട് എൻ്റെ കാലിൽ കല്ലൊക്കെ കൊണ്ടുവരട്ടെ. അപ്പോൾ പോകുന്നവരുണ്ടെങ്കിൽ ചെരുപ്പിട്ട് നടക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ കാര്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സാമ്പ്രാണിക്കുടി പോയത് നമ്മൾ ആക്സിഡൻറ്റിന് ശേഷമാണോ എന്നൊക്കെ കുറേ പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, നമ്മളിതിന് മുമ്പ് എടുത്തതായിരുന്നു. അപ്പം ഞാനത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, ഇത് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കറങ്ങി തിരിഞ്ഞ് നമ്മളിതാ ഫുഡിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡ് മുഖ്യമല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, ഫുഡെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ മാംഗോയും ഒക്കെ പൈനാപ്പിളൊക്കെ ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ മാങ്ങ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അതിനെയൊക്കെ വെട്ടിച്ച് പൈനാപ്പിൾ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന റേറ്റ് അല്ല കേട്ടോ. അവിടെ ഒരു മാങ്ങയ്ക്കും ഒരു പൈനാപ്പിളിനും വെച്ച് 50 രൂപയാണ്. രണ്ടും കൂടെ നമുക്ക് 100 രൂപ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന റേറ്റിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ 10-30 രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങുന്നത്. പക്ഷേ ഇവിടെ 50 രൂപയാണ് കേട്ടോ. പിന്നെ അവളുടെ കാര്യം അറിയാമല്ലോ, അവളെ മാങ്ങ കൈ കിട്ടിയാൽ ഇങ്ങനെ കൊതിപ്പിച്ച് തിന്നാറുള്ളൂ. എനിക്ക് മാങ്ങ ഇഷ്ടമാണ്, എന്നാലും എനിക്കിതേ വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. പുളിയില്ലായിരുന്നു മാങ്ങയ്ക്ക്. അതുകൊണ്ട് ഞാൻ പൈനാപ്പിളായിരുന്നു തിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വന്നല്ലോ, നല്ല നേച്ചർ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. കാര്യം നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെ തുള്ളിയായിട്ട് വീഴാനും ഇങ്ങനെ ഇരുട്ടടിച്ചൊക്കെ വന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ മഴ കൂടി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു അയ്യോ പെട്ടെന്ന്. പിന്നെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ നല്ല മഴ കേട്ടോ. പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഒരു സൈഡിൽ കയറി നിന്നു. വന്നിട്ടൊന്നും മഴ കുറയുന്നില്ല. നമ്മൾ പോകുന്ന സമയവും പോകുന്നു. അപ്പം പിന്നെ ഇച്ചിരി മഴ കുറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടോ. നമുക്ക് ബസ്സിൽ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി. അപ്പോൾ അതാ ഒരു ബസ് നമുക്കായി അവിടെ കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആ ഒരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ കൊല്ലത്തിറങ്ങി കേട്ടോ. കൊല്ലത്തിറങ്ങിയിട്ട് നമ്മൾ വണ്ടിയിലായിരുന്നു കൊല്ലം വരെ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സാമ്പ്രാണിക്കുടിയൊക്കെ നമ്മളെ മഴ കൊണ്ടുപോയി കേട്ടോ ലാസ്റ്റ് വെച്ചിട്ട്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.